30ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന് ഇന്ന് തിരശ്ശീല ഉയരും. മേളയോടനുബന്ധിച്ചുള്ള ഡെലിഗേറ്റ് പാസുകൾ വിതരണം ചെയ്തു തുടങ്ങി. 10,000-ലധികം പ്രതിനിധികളാണ് മേളയിൽ പങ്കാളികളാവുക. നല്ല സിനിമയെ അറിയുവാനും സിനിമാ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്നുമായി 10,000-ലധികം ആസ്വാദകരാണ് അനന്തപുരിയിലെത്തുക. ഭാഷയുടെയും സംസ്കാരത്തിന്റെയും അതിർവരമ്പുകൾ കടന്ന് 206 സിനിമകൾ പ്രേക്ഷകരുടെ മുന്നിലെത്തും. ഡെലിഗേറ്റ് പാസിന്റെ വിതരണ ഉദ്ഘാടനം സാംസ്കാരിക വകുപ്പ് ഡയറക്ടർ ദിവ്യ എസ് അയ്യർ നിർവഹിച്ചു. സിനിമാ താരം ലിജോമോൾ ആദ്യ ഡെലിഗേറ്റ് പാസ് ഏറ്റുവാങ്ങി. സിനിമ നൽകുന്ന അനുഭവം വിലമതിക്കാൻ കഴിയാത്തതാണെന്ന് ദിവ്യ എസ് അയ്യർ പറഞ്ഞു. ലോക സിനിമ കേരളം കാണാനായി എത്തുകയാണ് IFFK-യിലൂടെ. മലയാളികൾ അതുപോലെ തന്നെ ലോകമെമ്പാടുമുള്ള സിനിമാ ആസ്വാദകർ ജീവിതത്തിൻ്റെ ഓരോ നിഴലും വെളിച്ചവും സിനിമയിലൂടെ ഒപ്പിയെടുക്കുവാൻ ഈ IFFK-യിലൂടെ ആഗ്രഹിക്കുന്നു, അതിനായി പരിശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വിജയം എന്നുള്ളത്. മീഡിയ സെന്ററിന്റെ ഉദ്ഘാടനം മുൻ ചീഫ് സെക്രട്ടറി K. ജയകുമാർ നിർവഹിച്ചു. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.